പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ദിവ്യകാരുണ്യമായി ഒരു വസ്തുരൂപനായി നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പാടി ആരാധിച്ചതുപോലെ നീ ഞങ്ങളുടെ കൂടെ വസിക്കുന്നവനാണ്. ഞങ്ങളുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഈശോയെ, കൂദാശയിൽ നിന്റെ സ്നേഹം മനസ്സിലാക്കി ഈ ഒരു മണിക്കൂറിൽ നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നൽകിയ അനന്തമായ സ്നേഹത്തെയും കരുണയും ധ്യാനിച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഒന്ന് ചേർന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ മുഖങ്ങളാകാനായിട്ട് നമ്മൾ ഓരോ നിമിഷവും പരിശ്രമിക്കുമ്പോൾ വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ് ശിക്ഷാവിധി എന്നും എപ്രകാരമാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ ഓരോരുത്തരും സമീപിക്കേണ്ടതെന്നും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം പറയും, ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നതാണ്. നിക്കോദോമസിനോട് പറഞ്ഞു വെക്കുന്ന കാര്യം ഇത് തന്നെയാണ്. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അതായത് മാനുഷികമായ ഒരു വലിയ ബലഹീനത ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വെച്ച കാര്യമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നത് ഒരിക്കലും വഴിതെറ്റി വീഴേണ്ട അവസ്ഥ വരത്തില്ല, ഒരിക്കലും നശിച്ചു പോകത്തില്ല, അവൻ നിത്യജീവൻ പ്രാപിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം വചനത്തിൽ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനമാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം നമ്മൾ കാണുന്നത് ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ടാണ്. അതായത് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൽകി ആ ക്രിസ്തുവിൽ ചരിക്കുന്നവരായിട്ട്, ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ചരിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. അതിന് തടസ്സമായിട്ട് നിന്നത് മനുഷ്യൻ്റെ തിന്മയോടുള്ള ആ ഒരു താല്പര്യമാണ്. ആദ്യം മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പാപത്തിലൂടെ അവർക്ക് നഷ്ടമായത് ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസമാണ്. ദൈവം നല്ലവനാണ്, ദൈവം നന്മ പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം നഷ്ടപ്പെട്ടു പോകുക. വീണ്ടും ചരിത്രങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കും, വചനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവം കൂടെ കൂടെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഞാൻ നല്ലവനാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഒരു കരുണയുള്ള ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുവാനോ അല്ലെ നമ്മളെ മാറ്റി നിർത്തുവാനോ പരിശ്രമിക്കുന്നില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിയ പദ്ധതികൾ ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുക. കാരണം എന്തിനാ?
ദൈവം നല്ലവനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുന്നവരായിട്ട് മാറും. ഈ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഏറ്റവും പാരമ്യമാണ് നമ്മൾ കാണുക. ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് നൽകി. എന്തിനു വേണ്ടിയാണ്? ലോകം മുഴുവനും രക്ഷ പ്രാപിക്കുവാനായിട്ട്. അതായത് ദൈവം ഒരിക്കലും നമുക്ക് തിന്മയായിട്ടുള്ളതല്ല നൽകുക, മറിച്ച് നല്ലത് മാത്രമാണ് ദൈവം നൽകുക. നമുക്കറിയാം, നമ്മൾ വചനത്തിൽ ഈശോ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞു വെച്ച കാര്യമാണ്. ഒരപ്പൻ മകനോട് മീനെ ചോദിക്കുമ്പോൾ പാമ്പിനെ ആരും കൊടുക്കത്തില്ല. സ്വർഗസ്ഥനായ പിതാവ് അപ്രകാരമുള്ള നല്ലവനാണ്. കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ നന്മയെ മനുഷ്യൻ മനസ്സിലാക്കുവാനായിട്ട് ഈശോ ഒത്തിരിയേറെ പരിശ്രമിച്ചു. ഈശോയുടെ പരസ്യ ജീവിതകാലത്തായിരുന്നു. ഈ ഒരു ദൈവത്തിൻ്റെ നന്മ തിരിച്ചറിഞ്ഞപ്പോൾ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ ദൈവത്തിൻ്റെ നന്മ കൂടുതലായിട്ട് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലുമൊക്കെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ധീരതയോടെ കർത്താവിനെ അവർ പ്രഘോഷിക്കുകയാണ്. റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ അതിൻ്റെ 8-ാം അധ്യായം 28-ാം തിരുവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടും. അതായത് അനാദി മുതലേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ പദ്ധതിയാണ്. അതായത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെ ഒരു വലിയ പദ്ധതി ഒരുക്കി നമ്മളെ കാത്തുവെക്കുന്ന ആ ഒരു ദൈവം, ഇവിടെ ദൈവം പറയുകയാണ്, എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കും. ഒന്നും നമ്മുടെ തിന്മയ്ക്കായിട്ടുള്ള നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങളോ ദൈവം ചെയ്യത്തില്ല. നന്മയായിട്ടുള്ളത് മാത്രമാണ് ദൈവം ചെയ്യുക. ദൈവത്തെക്കുറിച്ച് ലൈബനിസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, തത്വചിന്തകൻ പറഞ്ഞത്, താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നവനാരോ അവനാണ് ദൈവം. അപ്രകാരമാണ് ദൈവത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഏറ്റവും നല്ലതായിരിക്കും, അതിൻ്റെ പൂർണ്ണതയുണ്ടാകും, അതുപോലെ തന്നെ അത് നന്മയായിട്ടുള്ളതാണ്. അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നന്മ ചെയ്തിട്ടും ദൈവത്തിൻ്റെ ആ ഒരു നന്മ നമ്മൾ കാണാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പാപം. അതായത് ദൈവത്തിൻ്റെ നന്മ തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയം വയ്ക്കാതെ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ശിക്ഷാബുദ്ധിക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു. കാരണം നമ്മൾ ഈശോയിൽ ശരണപ്പെടാൻ കാരണം എല്ലാറ്റിൻ്റെയും പൂർണ്ണതയുള്ള ക്രിസ്തുവിലാണ് നമ്മൾ ശരണം വയ്ക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ നിത്യജീവൻ നൽകുവാൻ കഴിവുള്ളവൻ, അവനിൽ ആശ്രയം വയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുക. ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മളെ ആ ഒരു വലിയ സ്നേഹത്തിലേക്ക് വിളിക്കുന്ന കർത്താവിൻ്റെ കരുണയും സ്നേഹവും തിരിച്ചറിയുന്നവരായിട്ട് നമുക്ക് മാറണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മാനുഷികമായ ഏറ്റവും വലിയൊരു പോരായ്മയാണ് എപ്പോഴും തിന്മ ചെയ്യുവാനും പാപത്തിലേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട്. പാപത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനെ മറികടന്ന് വിശുദ്ധിയുടെ ജീവിതത്തിലൂടെ നടക്കുവാനായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ ചരിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ ഈ തിരുമണിക്കൂറിൽ 3 മണി സമയം ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവും ഒക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ അളവ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും വലിയ മാറ്റം, ഈശോയെ നിൻ്റെ നന്മയിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു. ഈശോയെ നീ എൻ്റെ ജീവിതത്തിലേക്ക് തരുന്നത് എന്തും എൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുന്നു. പലപ്പോഴും ഒത്തിരിയേറെ പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ട്. ഈശോയെ എൻ്റെ ജീവിതത്തിൽ നീ തന്ന ആ ഒരു ജീവിത പങ്കാളി അത്ര ശരിയല്ല, എൻ്റെ മക്കൾ എത്ര ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുന്നവരല്ല, എൻ്റെ കൂട്ടുകാർ അല്ല, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ മാതാപിതാക്കൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലൊന്നും അവരെന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും അതൊക്കെ ഒരു തെറ്റായ ചോയ്സായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പരാതിയും പരിഭവവും ഒക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. പ്രകാരം ഒരു വലിയ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
പഴയ നിയമത്തിൽ ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് തന്നാലും, ദൈവം എന്ത് തന്നാലും അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു മനോഭാവം. ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന വലിയ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, പലപ്പോഴും പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തെ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ദൈവം നൽകിയിരിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടമോ പ്രയാസമോ ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തിന്മയായിട്ടുള്ളത് മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നന്മയാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്നുള്ള വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ ഈ വലിയ കരുണയിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. അതായത് നമുക്ക് നല്ലത് തരണം, ഏറ്റവും നല്ലത് തരണം എന്നാഗ്രഹിക്കുന്നവൻ ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ശരണം വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ, കൃപയുടെ സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ നിറയുവാനും ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവത്തിൽ നിന്ന് ഭരമേൽപ്പിക്കുവാനായിട്ട് പ്രത്യേകം നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി ഈ ആരാധനയുടെ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നൽകിയ വലിയ സന്ദേശം, കരുണയുടെ സന്ദേശം നമുക്ക് ഓർത്തെടുക്കാം. റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാം തിരുവചനം പറയുന്നത് പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുത്തെ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു നമുക്കറിയാമല്ലോ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒത്തിരിയേറെ കഷ്ടതകളിലും വേദനകളിലൂടെ നൊമ്പരങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഈശോയെ, നീ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു വഴി തുറന്നു തരും. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നന്മയ്ക്കായിട്ട് നീ മാറ്റിത്തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കും. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും ആത്മീയ ജീവിതത്തെയും കുടുംബജീവിതത്തെയും എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ കരുണയിൽ ശരണം വയ്ക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും വരും ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നല്ല തമ്പുരാൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.